ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ഒരു ഇക്വേഷൻ വൈസ് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് മോഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് എന്ത് അവിടെ അറിഞ്ഞിരിക്കുക, അതാണ് നമുക്ക് ബേസിക്കലി പറ്റുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് അതാണ് ഒരു ബേസിക് ഐഡിയ ആയിരിക്കും. അല്ലെങ്കിൽ ഫിസിക്സിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻ, ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് കുറിച്ചൊരു ഐഡിയ തരിക, അത്രേ ഉള്ളൂ അതിൽ. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ പേരല്ലേ പാർട്ടിക്കിൾ ഡൈനാമിക്സ്, മെക്കാനിക്സ് ഓഫ് പാർട്ടിക്കിൾസ്, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ മോഷന് പല കേസ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രേറ്റ് ലൈൻ പാത്ത് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്യുന്നത്, ദെൻ ഒരു നമ്മുടെ എർത്ത് സൺ സിസ്റ്റം ആയി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് പോകുന്നത്, പ്ലസ് ലോ, ഇങ്ങനെ പല ടൈപ്സ് ഓഫ് മോഷൻസ് നമുക്ക് അവിടെ വരുന്നു. അപ്പോൾ അതിൽ തന്നെ അത് നോർമലി വരുന്ന പിന്നീടാണ് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വഴി വരുന്ന മോഷൻ, പിന്നെ മെക്കാനിക്സ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് വരുന്ന സമയത്തുള്ള അതിന്റെ മെക്കാനിക്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്കലി നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾസ് കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കിയാൽ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങൾ എസ് പഠിച്ച കാര്യം തന്നെയാണ്, ഒന്നുകൂടി ഇതിന്റെ ടേംസിൽ ഒന്ന് പഠിക്കണം, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഇനി അടുത്ത് നമ്മളിപ്പോൾ എഫ് ഇസിക്കൽ ടു എം എന്നൊക്കെ പറഞ്ഞ ആ ഒരു റിലേഷൻ തന്നെ നമുക്ക് ലഗ്രാഞ്ച് ഡൈനാമിക്സിലോട്ടും ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ്, രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെക്കാനിക്സ് ആണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പറയുന്ന പോലെ തന്നെയാണ് ലഗ്രാഞ്ച് ഡൈനാമിക്സും ഹാമിൽട്ടോണിയൻ. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ ഡൈനാമിക്സിനകത്ത് ഒരു ബേസിക് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അവിടെ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇനി നമ്മൾ ലഗ്രാഞ്ചിനോട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഡിഫറെന്റ് മെത്തേഡ്സ്, നമ്മളിപ്പോൾ സിമ്പിൾ പെനിലൊക്കെ നമ്മൾ സാധാ മെത്തേഡാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ലഗ്രാഞ്ചിൻ മെത്തേഡ് യൂസ് ചെയ്തും അതുപോലെ ഹാമിൽട്ടോണിയൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ കാണും. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക, ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സ്പെരിമെന്റ് അല്ല, ആ ഒരു ഡെറിവേഷൻ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അതോടെ ആവശ്യം വരും. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ബേസിക്കലി കുറെ എന്താ മെക്കാനിക്സ് പ്രോപ്പർട്ടീസ്, അതാണ് നമ്മൾ ബേസിക്കലി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കേണ്ടത് ലോറൻസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ലോറൻസ് ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇലക്ട്രോമാഗ്നറ്റിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻ ആണ്, ലോറൻസ് ഇക്വേഷൻ. ഈ ഒരു ലോറൻസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അതിന്റെ ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് ലോറൻസിന്റെ ഇക്വേഷനോട് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നോർമലി ഒരു പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് എത്തുമ്പോൾ അവിടെ കിട്ടുന്ന ഫോഴ്സ് F = QE plus Q into B cross B. ഇതാണ് അടുത്ത ഇക്വേഷൻ. ഓക്കെ, Q into B cross B. അപ്പോൾ രണ്ടിലും Q കോമൺലി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, Q നമുക്ക് പുറത്തെടുക്കാം. ബാക്കി എന്താ കിട്ടുന്നത്, we are getting E plus B cross B എന്ന് കിട്ടും. ഓക്കെ, E plus B cross B. B cross B ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് പ്രോഡക്റ്റ് അല്ലേ, ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് സൈൻ തീറ്റ എടുക്കാം. that is equal to QE plus BB സൈൻ തീറ്റ എന്നായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് BB സൈൻ തീറ്റ ആയിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് വെച്ചോളൂ. ഇലക്ട്രിക് ഫീൽഡ് അവിടെ പ്രത്യേകിച്ചില്ല, ഇലക്ട്രിക് ഫീൽഡ് അവിടെ വേരിയേഷൻ ഇല്ല എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ എന്താവും, ഇയുടെ വാല്യൂ അവിടെ നമുക്ക് 0 ആയിട്ട് പോകും. ബാക്കി അവിടെ കിട്ടുന്ന എഫിന്റെ ഇക്വേഷൻ ആണ്, that is F = QVB എന്നായിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോ മാഗ്നറ്റിക് ഫീൽഡ് ചാർജും തമ്മിലുള്ള റിലേഷൻ ആണ്. ബി അവിടുത്തെ വെലോസിറ്റി ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് വെലോസിറ്റി മൂന്ന് റിലേഷൻ കിടക്കുന്നു. സൈൻ തീറ്റ വാല്യൂ അല്ലേ, സൈൻ തീറ്റ. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ചാർജിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾസ് എന്തായിരിക്കും, ഇത് ചാർജിന്റെ ഡയറക്ഷൻ, ഇത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇത് രണ്ടും ഒന്ന് ഇങ്ങോട്ടും ഒന്ന് മുകളിലോട്ടും അപ്വേർഡ് മോഷനാണ് നടത്തുന്നതെങ്കിൽ ഇതിലുള്ള ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് QVB എന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ഫോഴ്സ് ആയിരിക്കും കിട്ടുന്നത്. QVB സൈൻ തീറ്റ = QVB എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഫോഴ്സ് റിലേഷൻ, ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, n into QVB, അതായത് അത്രയും പാർട്ടിക്കിൾസിന്റെ നമ്പർ നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി ഇതിപ്പോ ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ചോളൂ. ഇപ്പൊ ഇതിപ്പോ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫോഴ്സ് കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ചാർജിന് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ നോർമലി ആ ഒരു ചാർജ് കാരണം കിട്ടുന്ന ഫോഴ്സ് ആണ് F = QVB എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സർക്കുലർ മോഷൻ കാരണം F = E അല്ല, F ആണ്. ഓക്കെ, F = M
വി സ്ക്വയർ ബൈ ആർ എന്ന റിലേഷൻ വരും. ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് കാരണം കിട്ടുന്നതാണ്. അപ്പോൾ നോർമലി ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഇപ്പോൾ ആർ എന്ന് വെച്ചാൽ റേഡിയസ് ആണ്, മാസ് എം എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിന്റെ മാസ്, വി എന്ന് വെച്ചാൽ അവിടുത്തെ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. കാരണം രണ്ടിന്റെ എല്ലാത്തിനും രണ്ടും എഫ് ആണ്, രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ്സ് വി ആർ ഗെറ്റിംഗ് എം വി സ്ക്വയർ ബൈ ആർ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി എന്നായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ക്യൂ വി എന്ന്. ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് ആർ അവിടുത്തെ റേഡിയസ് ആണ്, ആർ റേഡിയസിന്റെ ഇക്വേഷൻ പറഞ്ഞല്ലോ നേരത്തെ, റേഡിയസ് ആണെന്ന്. എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. ആൻഡ് എം വി is equal to v square is equal to qvb r എന്ന് മാറ്റാം. ഇവിടുത്തെ ഒരു സ്ക്വയറും ഇവിടുത്തെ ഒരു ബി എന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരുന്നത്? എം ബി is equal to qb r എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇതാണ് റിലേഷൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ അവിടെ എഴുതി നിർത്തിയാൽ മതി, പ്രത്യേകിച്ച് വേറൊന്നും എഴുതണ്ട. ആ ഒരു ഇക്വേഷൻ വരെ അവിടെ എഴുതി നിർത്തിയാൽ മതി, കിട്ടുന്ന ഇക്വേഷൻസ്. അപ്പൊ ഇതങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രതീക്ഷിക്കണ്ട, എക്സ്പെക്ട് ചെയ്യണ്ട. പാർട്ടിക്കിൾ ഡൈനാമിക്സിനകത്ത് നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് ഇല്ല. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട്, രണ്ടൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, കാരണം ഇതിനകത്ത് ഒരുപാട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇക്വേഷൻ വരാം. ഓക്കെ, മോഷൻ ഇക്വേഷൻ, മോഷൻ തന്നെ പലവിധം, ഓരോ ടെക്സ്റ്റിലും ഓരോ രീതിക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ചിലതിൽ ചിലത് കാണും, മറ്റേതിൽ വേറെ ചിലത്, അങ്ങനെ പല എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് എത്ര എണ്ണം വേണമെന്ന് ഞാൻ കാര്യത്തിൽ പറഞ്ഞുതരാം. അപ്പൊ അത്രയും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എം ഈസ് ഈക്വൽ ടു ക്യൂ വി ബി ആർ എന്ന് കിട്ടും. ഇതിൽ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ ഇതൊരു മോഷൻ, സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണ്. ഇങ്ങനത്തെ സർക്കുലർ മോഷൻ ആ മാഗ്നറ്റിക് ഫീൽഡിൽ കിടന്ന ഒരു പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സർക്കുലർ മോഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ, ഇതിപ്പോ സർക്കുലർ മോഷൻ ഒരു പീരിയഡിക് മോഷൻ ആണ്. ഓക്കെ, പീരിയഡിക് മോഷൻ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യും? ടൈം പീരീഡ് ഉണ്ടാവും. മനസ്സിലായല്ലോ? പീരിയഡിക് മോഷൻ ആണെങ്കിൽ സെർട്ടൻ ആയിട്ട് അവിടെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ടൈം പീരീഡ് ഇക്വേഷൻ T is equal to 2πr/v ആയിരിക്കും. ഓക്കെ, ഇതാണ് അവിടുത്തെ ടൈം പീരീഡ്. ഇതിപ്പോൾ നമുക്ക് ടൈം പീരീഡ് ഇക്വേഷൻ കിട്ടി. ഇനി ഈ ടൈം പീരീഡ് ഇക്വേഷനിൽ നമുക്കപ്പോൾ ഒരു ആർ കിടപ്പുണ്ട്, റേഡിയസ്. ഓക്കെ, അപ്പോൾ റേഡിയസ് നമുക്ക് ഇതിന്റെ ടേംസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി എന്ന് നമുക്ക് എന്ത് ചെയ്യും? ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ ടൈം പീരീഡിനെ എന്തിലോട്ട് മാറ്റാം? വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് റേഡിയസ് അറിയില്ലെങ്കിലും നമുക്ക് മാസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യാം, ക്യൂ ഡിറ്റർമിൻ ചെയ്യാം, അതുപോലെ തന്നെ ബിയും അറിയായിരിക്കും. ഓക്കെ, ഇത്രയും അറിയാം. നമുക്ക് റേഡിയസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യേണ്ട ഈ ഒരു റേഡിയസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 2π/b ഇൻറ്റു എം വി ബൈ ക്യൂ ബി എന്നായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. അതായത് 2π/b ഇൻറ്റു എം വി ബൈ ക്യൂ ബി നമ്മൾ കൂട്ടി എഴുതുന്നത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ബിയും ബിയും ക്യാൻസൽ ആയി പോകും. 2π/m ഇൻറ്റു ക്യൂ ബി എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇതാണ് അവിടുത്തെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അപ്പോൾ ടൈം പീരീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഒന്നാം മാസ്, ചാർജ് പാർട്ടിക്കിളിന്റെ മാസ് ഡിറ്റർമിൻ ചെയ്യുന്നു, മറ്റൊന്ന് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്. ശരിക്കും അവിടുത്തെ റേഡിയസിന് ഡിപ്പെൻഡൻസി ഇല്ല. ഓക്കെ, ഏത് റേഡിയസിൽ കറങ്ങിയാലും ടൈം പീരീഡ് എന്തായിരിക്കും? അത് അവിടെ വേരിയേഷൻ വരില്ല. അപ്പോൾ ടൈം പീരീഡിന് ആകെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ചാർജും അതുപോലെ തന്നെ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും മാസും ആണ്. ഓക്കെ, ഇത്രയാണ് അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഇത് ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടും? ദാറ്റ് ഈസ് ഫ്രീക്വൻസി എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡ് ഇൻവേഴ്സ് ആണ്. ഒന്നുകിൽ n എന്ന് എഴുതാം, അല്ലെങ്കിൽ ന്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ f എന്ന് എഴുതാം. ഓക്കെ, ഫ്രീക്വൻസി സാധാരണ റെപ്രസെന്റ് യൂസ് ചെയ്യുന്ന ലെറ്റർ C മൂന്നുമാണ്. ഒന്നുകിൽ n എന്നോ ന്യൂ എന്നോ f എന്ന് നമുക്ക് കാണിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 1/t ആണ്. ഇപ്പോൾ ഫ്രീക്വൻസിയുടെ എന്തായിട്ടും വി ആർ ഗെറ്റിംഗ് ന്യൂ ഈസ് ഈക്വൽ ടു qb ബൈ 2πm എന്നായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് qb ബൈ qb ബൈ 2πm എന്ന് പറയുന്നത്. അപ്പൊ ഇതും ശരിക്കും എന്താണ്? ഇതും അവിടുത്തെ സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൈക്ലോട്രോൺ, അത് രണ്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിലും കിട്ടുന്ന എന്താണ്? സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആണ്. അവിടെ നമ്മൾ പറഞ്ഞ ടോപ്പിക് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേംസ് നമ്മൾ ഡയറക്റ്റ് F is equal to QV എടുത്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ ലോറൻസ് ഇക്വേഷൻ F is equal to QE പ്ലസ് Q into V cross B ആ ഒരു മെത്തേഡ് എടുത്ത് ചെയ്തു. രണ്ടും സെയിം തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയാൽ മതി, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആണ്. ഇപ്പൊ ഇവിടെ എനിക്ക് കിട്ടിയത് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇവ രണ്ടും കിട്ടുന്ന ഒരേ രീതിയാണ്. കാരണം സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസവും രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, അവിടെ നിങ്ങൾ പഠിച്ചു, 12th പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത S6 അത് പഠിക്കും. ഓക്കെ, സൈക്ലോട്രോൺ എന്താണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നെ കുറിച്ച് S6 പഠിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി നമ്മൾ യൂസ് ചെയ്യും, പ്രോബ്ലം സെക്ഷനിലൊക്കെ ചോദിക്കാം അവിടെ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക ഒരു ഇക്വേഷൻ, ഫ്രീക്വൻസി ഇക്വേഷൻ ആണ് QB ബൈ 2πm. ഓക്കെ, സാധാരണ നമ്മൾ പ്രോട്ടോൺസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? സൈക്ലോട്രോണിൽ വെച്ച് ആക്സിലേറ്റ് ചെയ്യിപ്പിക്കും. ഇലക്ട്രോൺസ് അങ്ങനെ വലുതായിട്ട് ചെയ്യാറില്ല. ഓക്കെ, അറിഞ്ഞിരിക്കുക അത്രയും. ഇനി അടുത്ത നോക്കേണ്ട ടോപ്പിക്ക്, ഇതിപ്പോ നമ്മൾ ലോറൻസ് ഇക്വേഷന്റെ ബേസിസിലാണ് എന്ത് ചെയ്തത്? ഇപ്പോൾ
എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ ഇതില് ഒരു പാർട്ടിക്കിള് ഒരു സർട്ടൺ ആംഗിളിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഇപ്പോൾ മൂവ് ചെയ്യുവാണ്. ഓക്കെ, ഒരു ആംഗിളിൽ മൂവ് ചെയ്യുവാണ്. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. എന്ത് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്? മൂവിങ് സർട്ടൺ ആംഗിൾ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഈ പാർട്ടിക്കിൾ മൂവിങ് certain angle with the magnetic field. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ആംഗിളിൽ മൂവ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പെർപെൻഡിക്കുലർ ആയിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു, സീറോ ആംഗിൾ ആയിരുന്നു. ഇത് ഒരു അറ്റൻ ആംഗിൾ, ഒരു ടാൻജന്റ് ആംഗിൾ എന്ത് ചെയ്യും, ഇപ്പോൾ മൂവ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിപ്പോ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ്, ഇത് ഇവിടുത്തെ വെലോസിറ്റി കമ്പോണന്റ്. അപ്പോൾ തീറ്റ ആംഗിൾ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു തീറ്റ ആംഗിൾ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്പെറിക്കൽ പാത്ത് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു സ്പെറിക്കൽ പാത്ത് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇത് സ്പെറിക്കൽ പാത്ത് ആയിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഇതിനെ കോസ് തീറ്റ സൈൻ തീറ്റ കമ്പോണന്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇവിടുത്തെ ഈ ഒരു കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇവിടുത്തെ കമ്പോണന്റ് നമുക്ക് കോസ് തീറ്റ കമ്പോണന്റ് എന്നും, കോസ് തീറ്റ കമ്പോണന്റ്, ആൻഡ് ഇവിടുത്തെ ഈ ഒരു കമ്പോണന്റ് ഉണ്ടല്ലോ, ശരിക്കും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് അല്ല, ഇത് വെലോസിറ്റി കമ്പോണന്റ് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഈ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു കമ്പോണന്റ് ബേസ്. അപ്പോൾ ഈ ഒരു മുകളിലോട്ട് പോകുന്ന ഈ ഒരു കമ്പോണന്റിൽ നമുക്ക് അവിടെ വി ക്യാൻ റിട്ടൺ ആസ് സൈൻ തീറ്റ കമ്പോണന്റ്. നമുക്ക് ഇത് സൈൻ തീറ്റ കമ്പോണന്റ്, വി സൈൻ തീറ്റയും താഴോട്ട് പോകുന്നത് എന്തായിരിക്കും, അത് വി കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വി സൈൻ തീറ്റ എന്ന് പറയുന്ന അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാരണം പ്രൊഡ്യൂസ് ചെയ്യും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കയറുന്ന സമയത്ത് തന്നെ പാർട്ടിക്കിളിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ സർക്കുലർ മോഷൻ അവിടെ ഫോം ചെയ്യാം. അപ്പോൾ വി സൈൻ തീറ്റ എന്ന് പറയുന്നത് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാരണം കിട്ടുന്ന വെലോസിറ്റി. ഇനി വി കോസ് തീറ്റ കമ്പോണന്റ് എന്ന് പറയുന്നത് അവിടുത്തെ എന്തിനാണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലോറൻസ് ഫോഴ്സ്, അല്ലെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം കിട്ടുന്ന വെലോസിറ്റി. ഓക്കെ, അപ്പോൾ രണ്ട് വെലോസിറ്റി ഉണ്ട്, രണ്ട് കമ്പോണന്റ് വൈസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ രണ്ടും ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവണം. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സും അതുപോലെ തന്നെ ഇവിടുത്തെ ലോറൻസ് ഫോഴ്സ്, അല്ലെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് എന്തായിരിക്കണം, അത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് നേരത്തെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ ബി വി എന്ന് കിട്ടും. അതിൽ പക്ഷെ നമുക്ക് ഇങ്ങനെ വെറുതെ വി എഴുതാൻ പറ്റില്ല. നേരത്തെ ടൈംസ് പ്രത്യേകിച്ച് ആംഗിൾ ഒന്നും അവിടെ ഇല്ലായിരുന്നു, 90 ഡിഗ്രി മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പോൾ സർട്ടൺ ആംഗിളിൽ ഫോം ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഈ കമ്പോണന്റിൽ എന്ത് വേണം, ബി സൈൻ തീറ്റ കമ്പോണന്റ് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എം ബി സൈൻ തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ്, ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരു ടാൻജന്റ് മോഷൻ അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈൻ തീറ്റ കമ്പോണന്റ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. അതായത് ഇതിന് ആ ഒരു സ്പൈറൽ പാത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനത്തെ ഒരു പാത്ത് ഫോളോ ചെയ്യണമല്ലോ, സ്പൈറൽ പാത്ത്. ഈ സ്പൈറൽ പാത്ത് അവിടെ കൊടുക്കുന്ന ശരിക്കും എന്താണ്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ആണ്. ആ ഒരു വി സൈൻ തീറ്റ കമ്പോണന്റ് എന്ത് സ്പൈറൽ പാത്ത് ഫോളോ ചെയ്യുന്നത്. ഈ പ്രൊപ്പഗേഷൻ ആണ് വി കോസ് തീറ്റ എന്ന് പറയുന്നത്, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇതിങ്ങനെ ഒരു സ്പൈറൽ പാത്ത്, നോർമലി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല, സർക്കുലേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇത് എന്ത് ചെയ്യണം, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊപ്പഗേഷന് വേണ്ടി കൊടുക്കുന്ന വെലോസിറ്റി വി കോസ് തീറ്റ, വി കോസ് തീറ്റ, ആൻഡ് ഈ സ്പൈറൽ പാത്ത് ഫോളോ ചെയ്ത് കൊടുക്കുന്ന വെലോസിറ്റി ആണ് വി സൈൻ തീറ്റ. ഓക്കെ, ഇവിടുത്തെ ഇതിൽ വി സൈൻ തീറ്റ എം വി സൈൻ തീറ്റ സ്ക്വയർ എന്ന് കിട്ടി. അതുപോലെ തന്നെ ക്യൂ ബി വി സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, സൈൻ തീറ്റ. അപ്പോൾ ഇതിന്റെ ഈ പ്രൊപ്പഗേഷൻ ശരിക്കും നമ്മളിവിടെ കാണിക്കുന്നില്ല. നമുക്ക് ഇക്വേഷനിൽ പ്രൊപ്പഗേഷൻ, ലീനിയർ പ്രൊപ്പഗേഷൻ നമ്മളിവിടെ കാണിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം, ആ ലീനിയർ മോഷൻ ഇക്വേഷൻ ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ വേണ്ട, ലീനിയർ മോഷൻ കൊടുക്കണ്ട. ജസ്റ്റ് ഇപ്പോൾ രണ്ട് സൈഡിലും എം ബി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ക്യൂ ബി വി സൈൻ തീറ്റ എന്ന് കൊടുത്തു. ഇപ്പോൾ ഇവിടുത്തെ സ്ക്വയറും ഈ സൈൻ തീറ്റ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും, പിന്നീട് ഒരു സൈൻ തീറ്റയേ ഉള്ളൂ. എം ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബി എന്ന് കിട്ടും. അവിടുത്തെ ആർ എന്തായിരിക്കും, ആർ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ബൈ ക്യൂ ബി എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു മോഷന്, അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിള് ഒരു സെർട്ടൺ ആംഗിളിൽ മാഗ്നറ്റിക് ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് ലീനിയർ മോഷനും സർക്കുലർ മോഷനും ആയിരിക്കും. അപ്പോൾ ലീനിയർ മോഷന്റെയും സർക്കുലർ മോഷന്റെയും കോമ്പിനേഷനെ പറയുന്ന പേരാണ് സ്പൈറൽ പാത്ത് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ സർക്കുലർ മോഷൻ മാത്രമാണെങ്കിൽ ഇങ്ങനെ പോകുമായിരുന്നു, ലീനിയർ മോഷൻ മാത്രമാണ് ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും,
സർക്കുലർ പാത്ത് ഫോളോ ചെയ്യണം, അതിന് ലീനിയർലി ഫ്രണ്ടിലോട്ട് എന്തെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകണം. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് സ്പൈറൽ പാത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ഇവിടെ വരയ്ക്കും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മൂവിങ് സെർട്ടൺ ആംഗിൾ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി ഇതിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ എ ക്രോസ്ഡ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഓക്കെ, ഒരു ക്രോസ്ഡ് രീതിയിൽ, അതായത് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആക്ട് ചെയ്യുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്, അതാണ് ക്രോസ്ഡ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതിനകത്ത് എൻട്രി ചെയ്താൽ എന്ത് സംഭവിക്കും? അതിനകത്ത് മോഷൻ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ നോക്കുന്നത്. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എല്ലാ കമ്പോണന്റും കൂടെ എടുക്കേണ്ടി വരും. അവിടുത്തെ വെലോസിറ്റിയുടെ എല്ലാ കമ്പോണന്റും നമ്മൾ അവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൂടി കൊടുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ അവിടെ സോൾവ് ചെയ്യും. നോക്കാം എങ്ങനെയാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ under crossed electric and magnetic field. ഓക്കെ, മനസ്സിലായി? ക്രോസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ ഈ ഒരു ഫിഗർ ആണ്. അപ്പോൾ ഇതിനകത്തൊരു പാർട്ടിക്കിൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അപ്പോൾ ഇതിൽ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് ബോത്ത് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് വരാം? മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് വരാം, അതുപോലെ തന്നെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്ത് ചെയ്യാം? ഒരു ഫോഴ്സ് വരാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് QVB എന്ന് പറയാം. ഓക്കെ, QVB മാഗ്നറ്റിക് ഫീൽഡ് കാരണം. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെ QE എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സം ആയിരിക്കും. ദാറ്റ് ഇസ് QVB പ്ലസ് QE ആയിരിക്കും എന്ത് ചെയ്യുന്നതിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ സം. Q വെക്ടർ അല്ലേ, ഇത് രണ്ടുമാണ് വെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ബിയും ബിയും ആണ് വെക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടിനും Q ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ Q ഇൻറ്റു E പ്ലസ് E ക്രോസ് B എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫോഴ്സിൽ ഇലക്ട്രിക് ഫീൽഡ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് Y ആക്സിസിലും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിസിലും നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു ഫിഗർ നോക്ക്, ഇതിലിപ്പോ ഇത് Y ആക്സിസ് അല്ലേ, Y ആക്സിസ്. അപ്പം 3 കോർഡിനേറ്റ് ഉണ്ട് നമുക്ക്. ഓക്കെ, 3 കോർഡിനേറ്റ് സിസ്റ്റം ഇതാണ്. അപ്പോൾ ഇതിൽ ഇത് Y ആക്സിസ്, ഇത് അവിടുത്തെ Z ആക്സിസ്, ഇത് അവിടുത്തെ X ആക്സിസ്, ഇങ്ങനെ 3 ആക്സിസ് നമ്മൾ വരച്ചു. അപ്പോൾ ഇതിന്റെ ഈ ഒരു Y ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? Y ആക്സിസിലാണ് ഞാൻ അവിടെ ഇലക്ട്രിക് ഫീൽഡ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, Y ആക്സിസ്. അപ്പോൾ നമുക്ക് EJ എന്ന് കൊടുക്കാം. ഇതറിയാലോ, XJK നമ്മൾ കൊടുക്കുക കമ്പോണന്റ് വൈസ്. ഓക്കെ, കമ്പോണന്റ് വൈസ് കൊടുക്കുന്ന XJK എന്ന് കൊടുക്കും. അപ്പോൾ EJ കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് അലോങ് ദ Y ആക്സിസ്, Y ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്ന അവിടുത്തെ Z ഡയറക്ഷനിലാണ്. Z ഡയറക്ഷൻ നമുക്ക് BK എന്ന് കൊടുക്കാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇതിലായിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രൊപ്പഗേഷൻ ശരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി വരുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? ആ വെലോസിറ്റി നമുക്ക് അവിടെ ഇതിന്റെ ഏത് ഡയറക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ വെലോസിറ്റി കമ്പോണന്റ് ശരിക്കും Vx കാണാം, Vy കാണാം, Vz കാണാം. അത് സ്പേസിൽ കൂടി പോകുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? ആ ഒരു പാർട്ടിക്കിൾ പോകുന്നത് ഒരു ക്രോസ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് വിൽ ബി അലോങ് എനി ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവിടെ ഏത് ഡയറക്ഷനിലോട്ടാണ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ, അതിനകത്ത് കണ്ടുപിടിക്കാം വെലോസിറ്റി ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിക്കാം. അപ്പോൾ ഇനി ഇതിനെ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് എഴുതിയതിനു ശേഷം ഈ ഫിഗറോട് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ ഫിഗറോടെ വരച്ച് വയ്ക്കുക. കമ്പോണൻസ് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചാൽ മതി കേട്ടോ, വരയ്ക്കുക. ഇനി ഇതിൽ കമ്പോണൻസ് വൈസ് എന്ത് ചെയ്യണം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതായത് ആദ്യം Q കോമൺലി ഉണ്ട്. Q എന്ന് വെച്ചാൽ ചാർജ് ആണ്, അപ്പോൾ അതിന് പ്രത്യേകിച്ച് കമ്പോണൻസ് ഒന്നും ഇല്ല. പിന്നെ E നമ്മൾ പറഞ്ഞു വിച്ച് ഈസ് അലോങ് ദ Y ഡയറക്ഷൻ. ഓക്കെ, Y ഡയറക്ഷനിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ ഈ ഒരു എന്ത് പോകുന്നത്? ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് EJ പ്ലസ് ഇനി വരേണ്ടത് ഇവിടുത്തെ വെലോസിറ്റി കമ്പോണന്റ് B എന്ന് വെച്ചാൽ ഇവിടുത്തെ വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ, വെലോസിറ്റി എന്ന് വെച്ചാൽ അത് ഏത് ഡയറക്ഷനിലാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റുന്നത് VXI ക്യാപ്പ് പ്ലസ് VJ VY J ക്യാപ്പ് പ്ലസ് BZ K ക്യാപ്പ്. ഓക്കെ,
ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ എല്ലാം ഒരു ബി കൂടി ഉണ്ട് കേട്ടോ, ക്രോസ് ബി കെ ക്യാപ്പ് അല്ലെങ്കിൽ ബി കെ എന്ന് വെക്കാം. ഓക്കെ, ബി കെ വെക്ടർ ഇതിനകത്ത് എല്ലാത്തിലും വരും, കാരണം ഇതിനകത്ത് ഓരോന്നിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പരമാണ് ഞാൻ ആഡ് ചെയ്തിട്ട് എന്ത് പുറത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതില് ഇവിടുത്തെ ഫോഴ്സിനെ ഞാൻ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഫിസിക്കൽ ടു എം എ ആണ്. അപ്പോൾ അതിന് പകരം എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, ഇൻറ്റു ഡി വി ബൈ ഡി ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഫോഴ്സിന് പകരം ഇറ്റ് ഇസ് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ വീണ്ടും എടുത്തെടുക്കുക. ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് ക്യൂ ഇൻറ്റു ക്യൂ ആകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ക്യൂ ഇൻറ്റു ഇ ജെ വെക്ടർ പ്ലസ് ക്യൂ ഇൻറ്റു വി എക്സ് ഐ ക്യാപ്പ് പ്ലസ് വി വൈ ജെ ക്യാപ്പ് പ്ലസ് വി സെഡ് കെ ക്യാപ്പ് ഇൻറ്റു ബി കെ ക്യാപ്പ് എന്ന് കിട്ടും, അല്ലെ ബി വെക്ടർ എന്ന് കിട്ടും. ഓക്കെ, ബി വെക്ടർ. ഇതിന്റെ ഈ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അതായത് ഇത്രയും വാല്യൂസ് ഇവിടെ ഇല്ലേ, നമുക്ക് ഈ ഒരു ഇത്രയും ടേംസ് ഉണ്ട്, ക്യൂ വേണ്ട, ക്യൂ ഇട്ടിട്ടുള്ള വാല്യൂസ് മതി, ഇത് ഇട്ടുള്ള മതി. ഓക്കെ, ഇത്രയും ടേംസിന്റെ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്ത്, ക്രോസ് ബി എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ഡിറ്റർമിൻ ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് അവിടെ എടുക്കണം. അപ്പോൾ ഏത് കമ്പോണന്റ് മാത്രമാണ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഏത് പ്ലെയിനിലാണ് ഇതിന്റെ മോഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് ലെങ്തി ആണ്, അപ്പോൾ ഇത് കറക്റ്റ് പഠിച്ചിരിക്കണം കേട്ടോ, ഈ ഡെറിവേഷൻ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പോകുന്നു. ഇവിടെ നമുക്ക് വി എക്സ് ഉണ്ട്, വി ഒ ഉണ്ട്, വി ഇസഡ് ഉണ്ട്. വിയുടെ അവിടെ ഇസഡ് ഡയറക്ഷനിലുള്ള വെക്ടർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ കമ്പോണന്റ് വൈസ് ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് നമുക്ക് ഇവിടെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, മാറ്റി എഴുതുക. ദാറ്റ് ഇസ് വി എക്സ് ഐ ക്യാപ്പ് പ്ലസ് വി വൈ ജെ ക്യാപ്പ് പ്ലസ് വി ഇസഡ് കെ ക്യാപ്പ്, ക്രോസ് വി കെ ക്യാപ്പ്. വിക്ക് വേറെ കമ്പോണന്റ് ഒന്നും അവിടെ ഇല്ല. ഓക്കെ, വിക്ക് ആകെ ഉള്ളത് ഇസഡിലെ കമ്പോണന്റ് മാത്രമാണ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന അറിയാലോ, ഇങ്ങനെ ആ ഡിറ്റർമിനന്റ് വരയ്ക്കുക, ഈക്വൽ ടു ഡിറ്റർമിനന്റ് വരച്ചതിന് ശേഷം ഐ ജെ കെ. ഓക്കെ, ഐ ജെ കെ. അടുത്ത് എന്ത് ചെയ്യണം, ഇവിടുത്തെ എക്സും വൈയും ഇസഡ് കമ്പോണൻസും, അതായത് ഐ ക്യാപ്പിന്റെയും ജെ ക്യാപ്പിന്റെയും കെ ക്യാപ്പിന്റെയും കമ്പോണൻസ് ഇവിടെ എഴുതുക. ഇവിടെ കിട്ടുന്ന വി ആർ ഗെറ്റിംഗ് വി എക്സ് വി വൈ ആൻഡ് വി ഇസഡ്. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു പി ക്ക് ആണ്. ബിക്കാണ് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ കമ്പോണൻസ്, ബിക്ക് വേറെ കമ്പോണന്റ് ഒന്നും ഇല്ലല്ലോ, ബിയുടെ അവിടെ ബി ഐ വാല്യൂ 0 ആണ്, ബി ജെ വാല്യൂ 0 ആണ്, ബി കെക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 0 കൊടുക്കാം, ഇവിടെയും 0 വരും, ഇവിടെ എന്ത് ചെയ്യാം, ബി കെ കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിന് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, ആദ്യം ഈ ഫംഗ്ഷൻ എടുക്കുക, ഈ ഫംഗ്ഷൻ എടുത്തതിന് ശേഷം ഇതിന്റെ റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്തിട്ട് ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത്. അറിയാലോ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോക്കുക. ഇതാണ് അവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. ആദ്യം ഐ കൊടുക്കുക, ഇവിടെ ഞാൻ എഴുതി തരാം എങ്ങനെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ആർ ഗെറ്റിംഗ് ഐ ഇൻറ്റു, ഈ ഐ എടുത്തു കഴിഞ്ഞാൽ ആ റോയും ആ കോളവും എന്ത് ചെയ്യണം, നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ബാക്കി ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. അതായത് ഇവിടെ കിട്ടുന്നത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ബി ഒ ഇൻറ്റു ബി കെ മൈനസ് ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 അല്ലേ വരുള്ളൂ, ഇത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 0 ആണ് വരുന്നത്, മൈനസ് 0 വരും. ഓക്കെ, 0. ഇനി അടുത്ത് എന്താണ്, അടുത്ത് ആദ്യം അഡിഷൻ ആണ്, അടുത്ത് സബ്ട്രാക്ഷൻ, മൈനസ് കൊടുക്കേണ്ടി വരും. മൈനസ് അടുത്ത് എന്ത് വാല്യൂ വരും, മൈനസ്. അടുത്ത് നമുക്ക് എടുക്കേണ്ടത് ജെ ആണ്. അപ്പോൾ ജെ എടുക്കുമ്പോൾ ജെയുടെ റോയും ജെയുടെ കോളവും എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അടുത്ത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, വി എക്സ് ഇൻറ്റു ബി കെ എന്ന് കിട്ടും. വി എക്സ് ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു വി എക്സ് ഇൻറ്റു ബി കെ. അടുത്ത കമ്പോണന്റ് വീണ്ടും 0 അല്ലേ വരുള്ളൂ, വി എക്സ് ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 0 ഇൻറ്റു വി എക്സ് വി ഇസഡ് ചെയ്യുമ്പോൾ അത് അവിടെ 0 ആയിട്ട് പോകും. ഓക്കെ, പ്ലസ് അടുത്ത് കെ കമ്പോണന്റ് എടുക്കുക. കെ കമ്പോണന്റ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന എന്താണ്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് കെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബി കെ ഇൻറ്റു വി എക്സ്. ഓക്കെ, ബി കെ ഇൻറ്റു വി എക്സ് വരും, ബി കെ ഇൻറ്റു വി എക്സ്. ഓക്കെ, ബി കെ ഇൻറ്റു വി എക്സ് മൈനസ്, സോറി ബി കെ ഇൻറ്റു വി എക്സ് അല്ല അവിടെ വരുന്നത്, ഇതിന്റെ
എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഈ കമ്പോണന്റ് എടുക്കുന്നത് കെയുടേത്, കെയുടെ റോയും കെയുടെ കോളവും എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. പിന്നെ വരുന്ന എന്താണ്, ഇത് രണ്ടേ ഉള്ളൂ. ഇതിന് ചെയ്യുന്ന 0 വരും, ഇതിന് ചെയ്യുന്ന 0 വരും. കെയുടെ വാല്യൂ എന്താണ്, കെയുടെ വാല്യൂ അവിടെ 0 കമ്പോണന്റ് ആണ്. അപ്പൊ ഇതിലിപ്പോൾ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ലാസ്റ്റ് റിസൾട്ട് എന്താണ്, ഹെൻസ് വി ആർ ഗെറ്റിംഗ് I into by bk മൈനസ് bx bk j എന്നാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഓക്കെ, bk j. അപ്പൊ ഇതിന് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കാമല്ലോ. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നേരത്തെ നമ്മൾ അവിടെ പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിരിക്കട്ടെ. ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയി എടുക്കുന്നു. അപ്പൊ ഞാൻ ഇതിനെ നേരെ എടുത്ത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കണം കേട്ടോ, ഈ വാല്യൂസിനെ. നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിന് പകരമാണ്, ഇത്രയും ടേംസിന് പകരമാണ് ഇപ്പോൾ ഇത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ നേരെ എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് m into dv by dt. ഓക്കെ, പോൾസിന്റെ ഇക്വേഷൻ which is equal to q into ej. ഓക്കെ, q into ej പ്ലസ് അടുത്ത ടേം നമുക്ക് ഇവിടെ ഇത്രയും ടേംസ് കിടന്നു. അപ്പൊ അതിൽ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യാൻ പറ്റിയ ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്, അവിടെ ക്യൂ നമുക്ക് പുറത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബി കെ നമുക്ക് ഇവിടെ കോമൺലി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബി കെ ഉണ്ട്, ഇവിടെ ഒരു ബി കെ ഉണ്ട്. അപ്പോൾ രണ്ടും കോമൺലി ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, ഞാൻ അവിടെ ഈ ഒരു ക്യൂ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ക്യൂ ഇവിടെ ഉണ്ട്. ആ ക്യൂവിന് അതുപോലെ ഇവിടെ എഴുതി. ക്യൂവിന് എഴുതിയതിനു ശേഷം അടുത്ത ഇതിലുള്ള ഈ രണ്ട് ബി കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ബി കെ ഞാൻ നേരെ പുറത്തെടുത്തു. അതിന് ബി എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ ബി കെ എന്ന് കൊടുത്തേക്ക് കേട്ടോ. ബി കെ നമ്മൾ പുറത്തെടുത്തു. ബാക്കി എന്താ വരുന്നത്, വി ഐ ഇൻറ്റു ഐ, വി വൈ ഐ ഇൻറ്റു ബി വൈ മൈനസ് അടുത്ത് എന്ത് വരുന്നുണ്ട്, ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് ജെ ഇൻറ്റു ബി എക്സ്. ഓക്കെ, ഇതാണ് എനിക്ക് അവിടെ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഹോൾ ആയിട്ട് ഞാൻ ഇക്വേഷനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഡിവൈഡിങ് എബോവ് ഇക്വേഷൻ ബൈ എം. എം കൊണ്ട് ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ഇടുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഞാൻ എം കൊണ്ട് ഡിവൈഡ് ചെയ്തു, അടുത്ത ഇക്വേഷൻ ഇവിടെ എം കൊടുത്തു, അടുത്ത് ഇവിടെ എം കൊടുത്തു. ഓക്കെ, അപ്പോൾ എം കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എമ്മും എമ്മും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ ഗെറ്റിംഗ് dv by dt. Okay, dv by dt which is equal to, ഇവിടെ എന്താണ്, q is equal q into ej by m. Okay, q into ej by m എന്ന് കിട്ടി. ഇനി അടുത്ത വേണമെങ്കിൽ നമുക്ക് ഇതിനെ അകത്തോട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈക്വൽ ടു അല്ല മൈനസ്, ഓക്കെ, മൈനസ് അല്ല പ്ലസ് അല്ലേ, പ്ലസ്. ഓക്കെ, പ്ലസ് എഴുതാം. അടുത്ത ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയായിട്ട് മതി. ദാറ്റ് ഇസ് q by m into b into i into by മൈനസ് അടുത്ത വാല്യൂ എന്താണ്, മൈനസ് വരും q ഇൻറ്റു ബി ഇൻറ്റു ബി എക്സ് ജെ ഡിവൈഡ് ബൈ എം എന്ന് കേട്ടോ. ഓക്കെ, നമ്മളവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ ഈ കമ്പോണന്റ് വൈസ് എഴുതുക മീൻസ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് കാണും, ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് ഡൗട്ട് കാണും, എന്തിനാണ് നമ്മൾ കമ്പോണൻസ് ഇങ്ങനെ എഴുതി പോകുന്നത്. അപ്പോൾ കമ്പോണൻസ് കാണിക്കുന്നത് ശരിക്കും ഇത് ഏത് പ്ലെയിനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിന് അലോങ് ആയിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ആക്സിന് അലോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് y ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡ് z ആക്സിസിലും പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രൊപ്പഗേഷൻ നമ്മൾ എന്ത് പറയും, വിച്ച് അലോങ് ദി x ആക്സിസ്. ഓക്കെ, ഇങ്ങനെ പറയും, എങ്ങനെ എടുത്താലും മതി, പെർപെൻഡിക്കുലർ ആയിരിക്കണമെന്നേ ഉള്ളൂ. എക്സ് ആക്സിലാണ് അതിന്റെ പ്രൊപ്പഗേഷൻ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ പറയും. അത് ശരിക്കും ഈ ഒരു കമ്പോണന്റ് റിസോൾവ് ചെയ്യാൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഐയും ജെയും കെയും ഒക്കെ ഇതിനകത്ത് പോകുന്നത്. നമുക്ക് ഏത് ഡയറക്ഷനിൽ ഇത് പോകുന്നു നമുക്ക് ഇതിന് ഇക്വേഷൻ വൈസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് വൈസ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻ വൈസ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് ഐയും ജെയും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഐയും ജെയും കറക്റ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ ആ വെക്ടർ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഡയറക്ഷനിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ചാർജ് പാർട്ടികൾ എങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പൊ അതിന്റെ മോഷൻ എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നൊട്ടേഷൻസ് വെച്ച് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി അതുകൊണ്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്ക് ജെ കമ്പോണന്റിലുള്ള ഒരു ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്, ഇത് ജെ ആണ്. അതുപോലെ തന്നെ ഇതും എന്താണ്, ജെ ആണ്. ഓക്കെ, അപ്പോൾ ജെ കമ്പോണന്റിലുള്ള രണ്ടും ഒന്നിച്ച് എഴുതുക. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് QE by M. ഓക്കെ, ഇവിടെ ജെ കൊടുക്കുന്നത് നമുക്ക് ഔട്ട് സൈഡ് കൊടുക്കാം. QE by M പ്ലസ് അല്ല, ഇവിടെ മൈനസ് അല്ലേ, മൈനസ് Q ഇൻറ്റു ബി ഇൻറ്റു ബി എക്സ് ബൈ എം എന്നിട്ട് ഇൻറ്റു ജെ. ഓക്കെ, ഇൻറ്റു ജെ പ്ലസ്
അടുത്ത് വരുന്ന ഐ കമ്പോണന്റ് ആണ്. അപ്പോൾ ഐ കമ്പോണന്റ് എന്ത് ചെയ്യാം, അവിടെ മാറ്റി വെച്ചേക്കാം. ഐ കമ്പോണന്റ് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് QB by M into BY ഐ എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിനെ രണ്ടും അവിടെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഈ കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ dV by dt എന്നാണ് കിടക്കുന്നത്, dV by dt. അപ്പൊ ഇനി ഇതിനെ ഈ dV by dt വിത്ത് റെസ്പെക്ട് ടു x, അതായത് dV by dt നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എക്സ് കമ്പോണന്റിന്റെ ആക്സിലറേഷൻ ടേമിലോട്ട് മാറ്റി. dV by dt എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ടേം ആണ്. അപ്പോൾ ഇത് കിടക്കുന്ന ഈ ഒരു ഇക്വേഷൻ ആക്സിലറേഷൻ ടേം ആണ്. അപ്പോൾ രണ്ടും നമ്മൾ രണ്ട് കമ്പോണന്റ് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനെയും വൈ ഡയറക്ഷനെയും ശരിക്കും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി എനിക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഇക്വേഷൻ അങ്ങോട്ട് കോപ്പി ചെയ്യുവാണ്. ഇത് നമുക്ക് അടുത്ത് വേണ്ട ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനാണ് നമുക്ക് അവിടെ വേണ്ടത്. ഈ ഇക്വേഷനിൽ ഇതിപ്പോ ജെ കമ്പോണന്റും ഇത് ഇവിടുത്തെ ഐ കമ്പോണന്റും. അപ്പൊ ഇതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫസ്റ്റ് ഞാൻ ഇതിനെ dV ഓഫ് എക്സ് ബൈ ഡി ടി. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ളത് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഫസ്റ്റ് ടേമോട് കാണിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു QB by M. വേറെ ഒന്നും ചെയ്തില്ല, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അത് ഇവിടെ കിടക്കുന്ന ഈ ഒരു കമ്പോണന്റ് dV എക്സിന്റെ കമ്പോണന്റ്, ഇതിന്റെ ആക്സിലറേഷനും ഇവിടെ കിടക്കുന്ന ഈ ഒരു കമ്പോണന്റ് എന്ന് പറയുന്ന അവിടുത്തെ dV y by dt ഇതിന്റെ കമ്പോണന്റ്, അത്രയും മാത്രമേ സ്പ്ലിറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തില്ല. dV x by dt it is equal to QB by M എന്ന് കിട്ടും ഇൻറ്റു BY I എന്ന് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പൊ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുകയാണ്. ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 3. അതുപോലെ തന്നെ സെക്കൻഡ് കമ്പോണന്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു കമ്പോണന്റ്, അതിനെ എന്ത് കൊടുക്കാം, ദാറ്റ് ഈസ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആസ് dV y by dt, ഓക്കെ, which is equal to അവരുടെ ടേംസ് അതുപോലെ കൊടുക്കുക, QE by M minus QB dx by M. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പോണന്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ആക്സിലറേഷൻ ഉള്ളൂ. അതായത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും മാത്രമേ ഇപ്പോൾ ആക്സിലറേഷൻ ഉള്ളൂ എന്ന് എന്ത് ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ വഴി നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ നേരത്തെ ആ ഒരു ഇക്വേഷൻ മാത്രം വെച്ചുകൊണ്ടിരുന്നുവെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ, ഈ ഒരു ഇക്വേഷൻ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര ഡയറക്ഷനിലാണ് മോഷൻ ഉള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് സിംപ്ലിഫൈ ചെയ്ത് ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് അടുത്ത് അങ്ങോട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടെത്തിച്ചത്. അപ്പോൾ റീഅറേഞ്ച് കൊണ്ടെത്തിച്ച സമയത്ത് നമുക്ക് എന്തൊരു ഐഡിയ കിട്ടി, അവിടെ നമുക്കിപ്പോൾ അതിൽ രണ്ട് കമ്പോണന്റ് മാത്രമേ അതിന്റെ ആക്സിലറേഷൻ ഉള്ളൂ. ഇവിടുത്തെ dV z എന്തായിരിക്കും, dV z by dt അതവിടെ 0 ആണ്, കാരണം അവിടെ ഒരു ടേം ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്തില്ല, z ഡയറക്ഷനിലോട്ട് അവിടെ ആക്സിലറേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് അനലൈസ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ട് this shows that the component velocities along the direction of magnetic field remains a constant under combined effect of the electric and magnetic field. അതായത് ഇവിടുത്തെ z ഡയറക്ഷനിലാണ് ഞാൻ നേരത്തെ എന്ത് സപ്ലൈ ചെയ്തിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരുന്നത്, കണ്ടോ ഇസഡില്. അപ്പോൾ ഇസഡ് ഡയറക്ഷനിൽ അവിടെ dV z by dt 0 ആകുക മീൻസ് അവിടുത്തെ ആക്സിലറേഷൻ ടേം ആണ് 0. ആക്സിലറേഷൻ ടേം 0 മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി 0 ആണ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ അത്? അതായത് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയതിൽ എക്സ് ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ ഉണ്ട്, വൈ ഡയറക്ഷനിലും ആക്സിലറേഷൻ ഉണ്ട്, പക്ഷേ ഇസഡ് ഡയറക്ഷനിൽ എന്തില്ല, ആക്സിലറേഷൻ ടേം അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ ആക്സിലറേഷൻ 0 എന്ന് കിട്ടി. ആക്സിലറേഷൻ 0 ആകുക മീൻസ് ഇവിടുത്തെ വെലോസിറ്റി എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആകുക. വെലോസിറ്റി എവിടുത്തെ വെലോസിറ്റി കോൺസ്റ്റന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ ആ ഒരു ഇസഡ് ഡയറക്ഷനിൽ പറഞ്ഞത്. അപ്പോൾ ഇസഡ് ഡയറക്ഷനിൽ പറഞ്ഞ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ത് ചെയ്യണം, അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്തായിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതില് ഇൻ കേസ് നമ്മൾ അവിടുത്തെ വെലോസിറ്റി നമ്മൾ 0 ആയി കൊടുത്തു കഴിഞ്ഞാൽ, വി ഇസഡ് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിക്കിളിന്റെ മോഷൻ എന്ത് പ്ലെയിനിലായിരിക്കും, എക്സ് വൈ പ്ലെയിനിലായിരിക്കും. ഓക്കെ, എക്സ് വൈ പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിൾ അവിടെ മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ അത്? കാരണം ഇവിടുത്തെ ഈ ഒരു എക്സ് പ്ലെയിനും ഉണ്ട്, വൈ പ്ലെയിനും ഉണ്ട്, രണ്ടിലും മോഷൻ ഉണ്ട്. ഇവിടുത്തെ പ്ലെയിനിൽ എന്തില്ല, മോഷൻ അവിടെ വരില്ല. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചാർജിൽ പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോഷൻ ഇസഡ് ഡയറക്ഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മോഷൻ എവിടെ മാത്രമേ ഉള്ളൂ, എക്സ് വൈ പ്ലെയിനിൽ മാത്രമേ അതിന്റെ മോഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ഒരു അനാലിസിസ്. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും ഇതിനകത്ത് ഡെറിവേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇവിടെ ആ ഒരു ഇസഡ് ഡയറക്ഷനിലുള്ള വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് വീണ്ടും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു സൈക്ലോയിഡൽ മോഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ മൂന്നാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻ 3യും
4 ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് Vx ഫ്രം ദ ഇക്വേഷൻ 4 ഇൻ ഇക്വേഷൻ 3. അതായത് V of x ന്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, V of x. ഈ V of x ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ 4ലാണ് നമുക്കിപ്പോ V of x ന്റെ വാല്യൂ കിടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഇക്വേഷൻ 3ലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. That is substituting the values of Vx from equation 4 from to equation 3. Okay, equation 3ലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഓക്കെ നോക്കാം. ഇതിൽ ഇക്വേഷൻ 4 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ അല്ലേ, ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ അവിടെ എഴുതുകയാണ്, മാറ്റി എഴുതുകയാണ് ഇങ്ങോട്ട്. That is we are getting ഇവിടെ എഴുതാം d of vy by dt which is equal to qe by m minus qb bx by m. ഓക്കെ, ഇതാണ് നമുക്ക് അവിടുത്തെ നാലാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്തെടുക്കാം? That is we are getting which is equal to q by m. q by m കോമൺലി പുറത്തെടുക്കാം. q by m പുറത്തെടുത്തു കഴിഞ്ഞാൽ e minus bxb എന്ന് കിട്ടും. ആൻഡ് ഇവിടെ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഈ ഒരു dv y by dt ഇത് ഞാൻ q by m ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. നമുക്ക് അവിടെ v of x ന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവിടെ എടുക്കേണ്ടത്. ഓക്കെ, ഇക്വേഷൻ v of x ന്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ എടുക്കേണ്ടത്. അപ്പോൾ vx ന്റെ ഈ ഒരു വാല്യൂ, അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടെത്തിക്കും. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് എന്തായിട്ടാ ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. m by q into dv y by dt which is equal to m by q into dv by dt is equal to ഇവിടെ എന്താ കിട്ടുന്നത്? e minus vxb എന്ന് കിട്ടും. ഓക്കെ, vxb എന്ന് കിട്ടും. അപ്പോൾ ഇതില് qb by m into vx, qb by m into vx which is equal to qe by m minus dv y by dt ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ എടുത്തു. m by qb by m into vx is equal to qe by m minus dv y by dt എന്ന് ചെയ്തു, അതിനെ റീഅറേഞ്ച് ചെയ്തു. ഇതിൽ ഇനി ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഈ ഒരു vx ന്റെ വാല്യൂ എടുക്കാം. vx ന്റെ വാല്യൂ എന്ത് കിട്ടും? ഇവിടെ ഒരു qb by m ഉണ്ട്, ഇവിടെ qe by m ഉണ്ട്. qe by m ഡിവൈഡ് ബൈ qe by m. ഓക്കെ, ഇത് രണ്ടോടെ ക്യാൻസൽ ആയി 1 ആയിട്ട് പോകും, 1 ആയിട്ട് മാറും. മൈനസ് qb അല്ലേ ഇത്, qb by m. ഓക്കെ, qb by m ആണ്. മൈനസ് ഇവിടെ വീണ്ടും ഒരു dvy by dt ഉണ്ട്, ഡിവൈഡ് ബൈ qb by m ഉണ്ട്. ഓക്കെ, qവും m-ഉം qm-ഉം ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന vx ന്റെ വാല്യൂ എന്ന് പറയുന്നത് vx is equal to e by b minus m by qb. റെസിപ്രോക്കൽ ആണ്, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരും. m by qb എന്ന് കിട്ടും ഇൻറ്റു dvy by dt. ഓക്കെ, dvy by dt ആയി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3യിൽ കിടന്ന ഇക്വേഷൻ എന്താണ്? നേരത്തെ പേജിൽ ഇക്വേഷൻ നമ്പർ 3യിൽ കിടക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ v of x ന്റെ vx ന്റെ വാല്യൂ കിട്ടി. നമുക്ക് ഇക്വേഷൻ 3യിൽ that is we are getting dv dy dt of vx. ഓക്കെ, ഡെറിവേറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ vx ഈ കിടക്കുന്ന vx-ൽ നമ്മൾ ഇപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ ഡെറിവേറ്റീവിൽ. അതാണ് നമുക്ക് അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കിട്ടിയത് vx ന്റെ വാല്യൂ ആണ്. vx e by b minus m qb into dvx by dt എന്ന് കിടക്കുന്നത്. dvx അല്ല dvy. ചില സമയത്ത് പറയുമ്പോൾ മാറിപ്പോകുന്നത് ശ്രദ്ധിച്ചോളണം, നോട്ട്സ് നോക്കി ശ്രദ്ധിച്ചോളണം അത് കേട്ടോ. പറയുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ആണ് dx dy കൊണ്ട് മാറിപ്പോകുന്നത് കേട്ടോ, ശ്രദ്ധിക്കാം. ഫ്രം ഇക്വേഷൻ 3, മൂന്നാമത്തെ ഇക്വേഷൻ പറയുന്നത് അവിടുത്തെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് vx, x കമ്പോണന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് is equal to qb by m into vy ആണ്. ഓക്കെ, vy ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഫംഗ്ഷനകത്ത് ഇത്രയും വാല്യൂസ് അവിടെ എന്ത് ചെയ്യണം? ഇതുപോലെ എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? which implies that is we are getting d by dt of e by b minus m by qb into dvy by dt. Okay, dy by
dt which is equal to qb by m into vy. ഓക്കെ, vy എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് ബാക്കി കൊടുക്കുന്ന സമയത്ത് എന്തായിട്ടാ ഇ ബി ബൈ എം അവിടെ ഉണ്ട്, ഇ ബി ബൈ എം അല്ലെങ്കിൽ ഇ ബൈ ബി. ഇ ബൈ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് അവിടെ നമുക്ക് എന്തായി പോകും? 0 ആയിട്ട് പോകും. 0 ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിപ്പോ മനസ്സിലാവും പറയുന്നത്, ഡി ബൈ ഡി ടി ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഈ ഒരു ടേം ആണ്, ഇ ബൈ ബി. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഈ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് ഒരു ഡെറിവേറ്റീവ് ഉണ്ടാവും, നമുക്ക് 0 ആയിട്ട് അവിടെ പോകും. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. മൈനസ് അടുത്ത് എം ബൈ ക്യൂ ബി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്നുള്ളത്. അപ്പൊ ഇവിടെ ഡി വി ബൈ ഡി ടി ഉണ്ട്, കൂടെ വീണ്ടും ഒരു ഡി ബൈ ഡി ടി കൊടുക്കുന്ന സമയത്ത് ഡി സ്ക്വയർ വി വൈ ബൈ ഡി ടി എന്നായിട്ട് മാറും. ഓക്കെ, അത്ര വേരിയേഷൻ അവിടെ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഈ ഡെറിവേറ്റീവ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഇ ബൈ ബി. ഡി ബൈ ഡി ടി ഓഫ് ഇ ബൈ ബി അത് 0 ആയിക്കൊള്ളും. മൈനസ് എം ബൈ ക്യൂ ബി ഇൻറ്റു ടി ബൈ ഡി ടി ഓഫ് ബി വൈ, അതായത് കിട്ടുന്ന ഡി സ്ക്വയർ വി വൈ ബൈ ഡി ടി സ്ക്വയർ എന്നായിട്ട് മാറും. ഇവിടെ മാത്രമല്ല ഡെറിവേറ്റീവ് ഉള്ളൂ, ഇപ്പോഴത്തെ നമ്മൾ ഡെറിവേറ്റീവ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ അനുസരിച്ച് വേറെ വേരിയേഷൻ വരത്തില്ല. അത് ക്യൂ ബി ബൈ എം ഇൻറ്റു വി വൈ തന്നെ കിടക്കും. അപ്പോൾ ഈ ടേം അവിടെ നോർമലി എന്തായി പോകും? അത് അവിടെ 0 ആയിട്ട് പോകും. അപ്പോൾ അത് 0 ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്, ഇവിടെ നമുക്ക് ഈ വാല്യൂസിന് പകരം ഞാൻ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ക്യൂ ബി ബൈ എമ്മിന് പകരം ഞാൻ അവിടെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഒമേഗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കുക, ക്യൂ ബി ബൈ എമ്മിനാണ് ഞാൻ ഒമേഗ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ഇക്വേഷൻ ഇത് എനിക്ക് അവിടെ ക്യാൻസൽ ആയി പോയി, പിന്നെ അവിടെ ടേം ഇല്ല. പിന്നെ ബാക്കി എനിക്ക് അവിടെ വന്നു കിടക്കുന്നത് എം ബൈ ക്യൂ ബി ഇൻറ്റു ഡി സ്ക്വയർ ബി വൈ ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം ഇൻറ്റു ബി വൈ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്യൂ ബിയുടെ വാല്യൂ എന്ത് ചെയ്യാം? ക്യൂ ബി ബൈ എമ്മിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിപ്പോൾ എം ബൈ ക്യൂ ബി അല്ലേ, അപ്പോൾ ഇതിന്റെ എന്താ 1 ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എം ബൈ ക്യൂ ബി ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് മൈനസ് 1 ബൈ ഒമേഗ ഇൻറ്റു ഡി സ്ക്വയർ ബി വൈ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ഡി ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം. ക്യൂ ബി ബൈ എം എന്ന് പറയുന്ന ഒമേഗയാണ്. ഓക്കെ, ഒമേഗ. അപ്പോൾ നമുക്കിവിടെ ഒമേഗ എന്ന് കൊടുക്കാമല്ലോ, ഒമേഗ ബി വൈ എന്ന് കിട്ടും. ഈ ഒമേഗ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി മാറും? മൈനസ് ഡി സ്ക്വയർ ബി വൈ ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ഒമേഗ ഇങ്ങോട്ട് നേരെ കൊണ്ടുവരും, മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്താ കിട്ടുന്നത്? ഒമേഗ സ്ക്വയർ ഇൻറ്റു ബി വൈ എന്നായിരിക്കും അവിടെ വരുന്നത്. ഇനി ഇതിനെ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിക്കാൻ മീൻസ് നമുക്ക് നമ്മൾ S1 പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷനിൽ കൊണ്ടെത്തിച്ച് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൺവേർട്ട് ചെയ്യാം. മനസ്സിലായോ അത്? അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഇപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പോൾ ആയിക്കൊള്ളൂ ഇത്. അപ്പോൾ ഇതിനൊന്ന് ലെഫ്റ്റ് സൈഡിൽ എടുക്കുക. ഇത് ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്, ഇതിപ്പോൾ പ്ലസ് അല്ലേ, പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഡി സ്ക്വയർ ബി വൈ ബൈ മൈനസ് പോകാൻ വേണ്ടി ഇതിന് അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്നാലും മതിയല്ലോ. ഓക്കെ, നമ്മൾ ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവരണം. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡി സ്ക്വയർ ബി വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ബി വൈ, ഒമേഗ സ്ക്വയർ ബി വൈ which is equal to 0 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ വി ഓഫ് ഐ ആണ് നമ്മുടെ വേരിങ് പാരാമീറ്റർ. അപ്പോൾ വി ഓഫ് ഐയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് വി വൈ എന്ന് പറയുന്നത് വി വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഐ. ഓക്കെ, എ എന്ന് വെച്ചാൽ അടുത്ത ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ അടുത്ത ആംഗുലർ ഫ്രീക്വൻസി, ഐ അവിടുത്തെ ഫേസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് എടുക്കണം കേട്ടോ. ഇക്വേഷൻ 6 ആണ്. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എന്നെടുത്ത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഡി വി വൈ ബൈ ഡി ടി. ഡി വി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എ സൈൻ അല്ലേ, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. എ ഒരു ഒമേഗ ടി ഉണ്ട്, ഒമേഗ പുറത്തു വരും, എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് പൈ എന്ന് കിട്ടും. ഓക്കെ, ഒമേഗ ടി പ്ലസ് പൈ എന്ന് കിട്ടും.
ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 7 എന്ന് എടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 7. ഇനി ഇതിലിപ്പോ dvy/dt ഉണ്ട്. dvy/dt യുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ നാലാമത്തെ ഇക്വേഷനിൽ അവിടെ ഒരു dvy/dt കിടപ്പുണ്ട് കേട്ടോ, dvy/dt. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് അവിടെ കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മൾ കിട്ടി, മനസ്സിലായോ? ഇപ്പൊ ആ ഒരു ഏഴാമത്തെ ഇക്വേഷനിൽ നമുക്കിപ്പോൾ dvy/dt യുടെ വാല്യൂ ആണ് കിടക്കുന്നത്. ഇനി ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 7 in 4. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് മനസ്സിലായല്ലോ? കാരണം നാലാമത്തെ ഇക്വേഷനിൽ അവിടെ dvy/dt യുടെ വാല്യൂ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ അതിന്റെ റിസൾട്ട് കണ്ടുപിടിച്ചു, സൊല്യൂഷൻ കിട്ടി. അപ്പോൾ സൊല്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ അത് നേരത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ 7 4 കൊടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് a omega cos omega t plus 5 which is equal to ആദ്യത്തെ ഇക്വേഷൻ എന്താണ്, QE/m minus Q into B into Vx/m. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which is equal to QE/m minus QB/m into Vx. ഓക്കെ, ഇതല്ല ഇവിടുത്തെ വാല്യൂ, Vx തന്നെ. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാം, നമ്മൾ ഒമേഗ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒമേഗയ്ക്ക് നേരത്തെ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ ഈസ് ഇക്വൽ ടു QB/m ആണ്. ഇനി QE/m നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് a omega which is equal to a into QE/m കൊടുത്തു cos omega t plus 5 നോർമലി ഇവിടെ ഉള്ള വാല്യൂ, which is equal to QE/m minus QB/m into Vx എന്ന് കിട്ടും. ഇനി ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് QE/m കൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് ഡിവൈഡ് ചെയ്യുക. QE/m കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, QE/m അല്ല QB/m ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒമേഗയ്ക്ക് വാല്യൂ എന്താ കൊടുത്തത്, QB/m എന്നല്ലേ. ഇവിടെ ഇത് QB/m ആണ്, QB/m. ഓക്കെ, dividing the above equation. Dividing the above equation with the QB/m. ഓക്കെ, QB/m കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെ ഡിവൈഡ് ചെയ്യണം, ഇവിടെ ഡിവൈഡ് ചെയ്യണം, ഇവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, ഇത് QB/m ആണ്, ഇത് ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും, ഇത് എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് a cos omega t plus 5 which is equal to, ഇതിപ്പോ QE/m by QB/m. അപ്പോൾ QM QM ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കിട്ടുന്നത് E/B ആണ്. E/B മൈനസ് Vx എന്ന് കിട്ടും. ഓക്കെ, മൈനസ് Vx നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ അതിൽ V of x ന്റെ വാല്യൂ നമുക്ക് ഇനി വീണ്ടും ഡിറ്റർമിൻ ചെയ്യാം. V of x we are getting, Vx we are getting E/B minus a cos omega t plus 5 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ശരിക്കും ആ ഒരു എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റിന് ഒരു വാല്യൂ കിട്ടി. ഓക്കെ, എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ഒരു വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നേരത്തെ നമ്മൾ ആ വെലോസിറ്റി ഏതൊക്കെ ഡയറക്ഷനിൽ പോസിബിൾ എന്നാണ് നമ്മൾ നേരത്തെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, നേരത്തെ ഇക്വേഷനിൽ നമുക്ക് ഏതൊക്കെ ഡയറക്ഷനിൽ വെലോസിറ്റി പോസിബിൾ ആണ്, അല്ലെങ്കിൽ വെലോസിറ്റിക്ക് എവിടെയൊക്കെ ചേഞ്ച് ഉണ്ട് എന്നുള്ള വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇക്വേഷൻ 3 4 ഡിറ്റർമിൻ ചെയ്തത്. ഈ സെല്ലിൽ നമുക്ക് അവിടെ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ആ വെലോസിറ്റിയുടെ വാല്യൂ ആണ് എന്ത് ചെയ്തത്, ഡിറ്റർമിൻ ചെയ്തെടുത്തത്. ഓക്കെ, അതാണ് Vx ഈക്വൽ ടു E/B മൈനസ് a cos omega t plus 5 എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇക്വേഷനിൽ t വേണമെങ്കിൽ നമുക്ക് 0 കൊടുക്കാം. അപ്പോൾ ടൈം 0 ആകുന്ന സമയത്ത് പാർട്ടിക്കിൾ എന്തായാലും റെസ്റ്റിലായിരിക്കും. അത് വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി കാണില്ല, y ഡയറക്ഷനിൽ വെലോസിറ്റി കാണില്ല, z ഡയറക്ഷനിൽ വെലോസിറ്റി കാണില്ല ടൈം 0 ആവുന്ന സമയത്ത്. ഓക്കെ, പ്രത്യേകിച്ച് അവിടെ എന്തില്ല, മോഷൻ ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഈ ഒരു ഇക്വേഷൻ വൈസ് നമ്മൾ നോക്കുമ്പോൾ ഫേസ് ഡിഫറൻസ് അവിടെ 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇനി V of y, ഇതിപ്പോ Vx ന്റെ വാല്യൂ ആണ്. ഇതേപോലെ തന്നെ V of y നമുക്ക് എടുക്കാം. V of y is equal to we are getting E/B. This similar method നമുക്ക് കൊടുത്താൽ മതി. By similar method we can substitute and get the value of V of y, that is we are getting E/B into 1 minus cos omega t എന്ന് കിട്ടും. ഓക്കെ, V of y യുടെ വാല്യൂ ആണ്. ഇതിപ്പോ ഇക്വേഷൻ നമ്പർ 9. ഞാൻ എട്ടാമത്തെ ഇക്വേഷൻ കൊടുത്തായിരുന്നു.
എട്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് എട്ടാമത്തെ ഇക്വേഷൻ. ഇത് എട്ടാമത്തെ ഇക്വേഷൻ. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇക്വേഷൻ കൂടി വരും. ബി ഓഫ് ഒയ്ക്ക് ഒരു ഇക്വേഷൻ കൂടി നോട്ട്സിലുണ്ട്. ഈ 1 മൈനസ് കോസ് ഒമേഗ ടിക്ക് വരാം സൈൻ ഒമേഗ ടി. 1 മൈനസ് സെയിം തന്നെയാണ്. 1 മൈനസ് കോസ് ഒമേഗ ടിക്ക് വരാം നമുക്ക് ഇവിടെ സൈൻ ഒമേഗ ടി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം കൊടുക്കാം. സൈൻ ഒമേഗ ടി ഇ ബൈ ബി ടു സൈൻ ഒമേഗ ടി. അതിന് ഇക്വേഷൻ നമ്പർ 9 ആയിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് നെക്സ്റ്റ് ഒരു ഇക്വേഷൻ വരുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. അത് നമുക്ക് എന്ത് ചെയ്യാം 10 എന്ന് കൊടുക്കാം. ഇത് 10ാമത്തെ ഇക്വേഷൻ. ഓക്കെ. ഇനി വി ഓഫ് ഇസഡ്, അതിൽ ഇസഡ് ആക്സിസിൽ എന്തില്ല, അവിടെ കമ്പോണന്റ് ഇല്ല, വെലോസിറ്റി ഇല്ല, അതവിടെ 0 ആണ്. ഇതിനെ ഞാൻ 11ാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുത്തു. ഇത്ര ഇക്വേഷൻ നമുക്ക് വരുന്നത് ലാസ്റ്റ് വരുന്നതിൽ. ഇതില് ഈ ഒരു 3 ഇക്വേഷൻ കാണിക്കുന്ന ശരിക്കും ഈ ഒരു മോഷൻ എന്താണ്, ഒരു സൈക്ലോയിഡൽ മോഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സൈനിന്റെയും കോസിന്റെയും ഫംഗ്ഷൻ ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, ഒരു സൈക്ലോയിഡൽ മോഷൻ ആയിരിക്കും വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്. അപ്പൊ ഇത് എക്സ് ആക്സിസിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു സൈക്ലോയിഡൽ മോഷൻ എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ട്. അപ്പൊ അത് ഇക്വേഷൻ ബേസ് നമ്മൾ പറയുന്നു. ഇവിടെ കോസിന്റെയും സൈനിന്റെയും ഫംഗ്ഷൻ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് ഇത് ഏതെന്ന് പറയാം, വിച്ച് ഇസ് അലോങ് എ എക്സ് ആക്സിലാണ് മൂവ് ചെയ്യുന്നത് വിത്ത് സൈക്ലോയിഡൽ മോഷൻ. ഓക്കെ, സൈക്ലോയിഡൽ മോഷൻ വഴിയാണ് ഇത് മൂവ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാം. ഇനി ഈ ഒരു ഇക്വേഷൻ വേണ്ടി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയത് വൈയുടെ വാല്യൂ അല്ലേ, പൊസിഷൻ കോർഡിനേറ്റ് കറക്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ആക്സലേഷൻ ടേം കണ്ടുപിടിച്ചിട്ട് ഏതിലൊക്കെ ആക്സലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു നോക്കിയപ്പോഴാണ് വൈയിലുണ്ട്, എക്സിലുണ്ട്, ഇസഡിലില്ല. അപ്പൊ അടുത്ത് നമ്മൾ വീണ്ടും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് ചെയ്തു, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ എടുത്ത് സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ എടുത്ത് നേരെ അതിനെ y കമ്പോണന്റിലോട്ട് മാറ്റി. ഇനി വേണമെങ്കിൽ ഇനി ഇന്റഗ്രേറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഈ കിട്ടിയ ഫംഗ്ഷൻസിനെയൊക്കെ എടുത്ത് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് വിൽ ബി വി ആർ ഗെറ്റിംഗ് ഇതിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ട് എല്ലാം വെലോസിറ്റി കമ്പോണന്റ് ആണ്. ഇപ്പൊ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടുത്തെ കമ്പോണന്റ് വെലോസിറ്റി, ഇവിടുത്തെ കമ്പോണന്റ് വെലോസിറ്റി ആൻഡ് ഈ ഒരു ഡയറക്ഷനിലെ കമ്പോണന്റ് വെലോസിറ്റി. ഇപ്പൊ വെലോസിറ്റി നമുക്കായി. ഇനി ഇതിനെ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, വി ആർ ഗെറ്റിംഗ് ദ പൊസിഷൻ കമ്പോണന്റ് അവിടെ നിന്ന് കിട്ടും. അപ്പൊ നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് കൂടി ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്റഗ്രേഷൻ എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ലാസ്റ്റ് ഒരു റിസൾട്ട് എഴുതിയാലും മതി. ഓക്കെ, ഇത് എക്സാമിനേഷൻ ചോദിക്കാം. ഇതിപ്പോ ഇത്രയും ഡെറിവേഷൻ വരുന്നുണ്ട്, എക്സാമിനേഷൻ ചോദിക്കാം. കാരണം നമുക്ക് ആ സിലബസിൽ തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ചാർജ്ഡ് പാർട്ടിക്കിളിന് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഈ 3 കണ്ടീഷൻസ് നമുക്കിവിടെ വരാം. ഓക്കെ, നേരത്തെ പറഞ്ഞ ഒരു ലോറൻസ് ഫോഴ്സിന്റെ കേസ്, അടുത്ത് വന്നതാണ് മൂവിങ് അറ്റ് എ സർട്ടൻ ആംഗിൾ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ഇപ്പൊ പറഞ്ഞ എന്താണ് ക്രോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന ചാർജ് പാർട്ടിക്കിൾസ് അണ്ടർ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇതിൽ ഇന്റഗ്രേഷൻ കൂടി ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ മതി, ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി. അപ്പൊ നമുക്കിവിടെ വി ഓഫ് എക്സിന് ഒരു വാല്യൂ ഉണ്ട്. വി ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു കോസ് ഒമേഗ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, ഇ ബൈ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് എഴുതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ, ഇത് വി ഓഫ് എക്സിന്റെ ഇ ബൈ ബി മൈനസ് എ കോസ് ഒമേഗ ടി. അതവിടെ വരുന്ന ഇക്വേഷൻ, എട്ടാമത്തെ ഇക്വേഷൻ. അടുത്ത് നമുക്ക് ഇവിടെ എഴുതുന്നതിൽ ഈ വി എക്സിന്റെ വാല്യൂ ആണ് കേട്ടോ ഇത് 1 മൈനസ് എന്ന് പറയുന്നത്. വി എക്സിന്റെ ആണ്. വി എക്സിൽ ഇപ്പൊ നമുക്ക് ഇതൊരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ അല്ല, കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നല്ല കിടക്കുന്നത്. ഒറ്റ ഇക്വേഷനിലോട്ട് മാറ്റണം. ഇതെന്ന് പറയുന്നത് അടുത്ത വി എക്സിന്റെ ഫംഗ്ഷൻ ആണ്. വി എക്സിന്റെ ഫംഗ്ഷൻ ആണ് ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത്. അതിൽ വി ഒയ്, ഓക്കെ, ഇത് മാറ്റിയാൽ മതി കേട്ടോ. ഇതിപ്പോ 9ാമത്തെ ഇക്വേഷൻ വി ഒയുടെ ഫംഗ്ഷൻ ആണ്, വി എക്സിന്റെ ഫംഗ്ഷൻ ആണ് ഈ 1 മൈനസ് കോസ് ഒമേഗ ടി. ഓക്കെ, നമ്മൾ ഈ ഒരു ടേം അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1 മൈനസ് കോസ് ഒമേഗ ടി. ഞാൻ നേരത്തെ വി ഓഫ് എക്സ് എന്ന് പറഞ്ഞില്ല, ജസ്റ്റ് ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ പറഞ്ഞു, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. ഓക്കെ, സോ അത് ക്ലിയർ ചെയ്യുക. ഇത് വി ഒയുടെ ഫംഗ്ഷൻ, ഒന്നാമത്തെ ഫംഗ്ഷൻ വി ഒയുടെ വെലോസിറ്റി അലോങ് ദ y ആക്സിസ്, വെലോസിറ്റി അലോങ് ദ x ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് ദ z ആക്സിസ്. ഓക്കെ, ഇത് മൂന്നും നോക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, വി ഓഫ് എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റിംഗ് വി ഓഫ് എക്സ് ഡി ടി which is equal to integral e by b into 1 minus cos omega t എന്ന് കിട്ടും. ഓക്കെ,
ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തു. വി ഓഫ് എക്സ് ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ കൊടുത്തു, ഇവിടെ ഇന്റഗ്രേഷൻ കൊടുത്തു. അപ്പോൾ ഇത് ഇന്റഗ്രേഷൻ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു വി ഓഫ് എക്സ് അങ്ങ് എക്സ് ആയിട്ട് മാറും. എക്സ് ഇസ് ഈക്വൽ ടു ഇ ബൈ ബി ഇന്റഗ്രൽ, ഇവിടെ ഇന്റഗ്രേഷൻ ഇതിൽ വരില്ല, ഇത് കോൺസ്റ്റന്റ് അല്ലേ. ഇവിടെ ഇന്റഗ്രൽ 1 മൈനസ് കോസ് ഒമേഗ ടി വരും, അവിടെ 1ന്റെ അവിടെ ടി വരും, റെസ്പെക്ട് ടു ടിക്കാണ് ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ കൊടുത്തിരിക്കുന്നത്, ടി വരും മൈനസ് സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടി ബൈ ഒമേഗ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇതെന്താണ് എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ് ആക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ടേം ആണ്. ഇനി അടുത്തതേപോലെ തന്നെ y കമ്പോണന്റിൽ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. y കമ്പോണന്റിൽ ഇന്റഗ്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഇന്റഗ്രൽ വി ആർ ഗെറ്റിംഗ് vy by into dt എന്ന് കൊടുക്കാം, which is equal to ഇന്റഗ്രൽ e by b into sin omega t ഉണ്ട്. sin omega t യുടെ വാല്യൂ cos omega t, ഒരു ഒമേഗ കൂടി വരും, ഡിവൈഡ് ബൈ ഒമേഗ എന്ന് വരും, മൈനസ് cos അല്ലേ സൈനിന്റെ ഇന്റഗ്രേഷൻ, cos omega t ഡിവൈഡ് ബൈ ഒമേഗ എന്ന് വരും. ഓക്കെ, ഇ ബൈ ബി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെ കൊടുക്കാം. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും, അതിനകത്ത് പ്ലസ് c1 വരും. ഓക്കെ, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരും. അപ്പോൾ അത് ടി സിക്കൽ ടു സി സിക്കൽ ടു 0 കൊടുക്കുക, ടി സിക്കൽ ടു 0 കൊടുക്കുക, യുടെ വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ രണ്ട് 0 ആകുന്ന സമയത്ത് ഈ c1ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നത് c1 is equal to e by b ഒമേഗ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, കോസ് 0 ഇത് യുടെ വാല്യൂ 0 ആണ്, ടിയുടെ വാല്യൂ 0, കോസ് 0 1 ആയിട്ട് മാറും. ഇത് കോസ് 0 1 ആവും, പിന്നെ അതിനകത്ത് ഒരു ഒമേഗ ഫംഗ്ഷൻ ആണ്, അത് ഡി ഒമേഗ ആവും. അപ്പോൾ c1ന്റെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ മൈനസ് അല്ലേ, തിരിച്ചിപ്പോൾ അത് c1 ഇവിടെ വരും, c1 is equal to e by b ഒമേഗ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന യുടെ വാല്യൂ y is equal to e by b ഒമേഗ into 1 മൈനസ് കോസ് ഒമേഗ ടി എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അവിടുത്തെ y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി അവിടെ z കോൺസ്റ്റന്റ് ആണ്, z കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ z ഇന്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താവും, z വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ z ഡയറക്ഷനിൽ എന്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ 3 പ്രാവശ്യം നമ്മൾ z ഡയറക്ഷനിൽ ഒന്നും ഇല്ല നമ്മൾ പ്രൂവ് ചെയ്തു. ഒന്ന് അവിടുത്തെ ആക്സിലറേഷൻ ഇല്ല, വെലോസിറ്റി ഇല്ല, അതുപോലെ തന്നെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇന്റഗ്രേഷൻ പ്രത്യേകിച്ച് ഒരു വലിയ ടാസ്ക് ഒന്നുമല്ല, ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഇക്വേഷൻ അവിടെ എഴുതുക. ഓക്കെ, അവിടെ എല്ലാത്തിലും ഇസഡിന്റെ വാല്യൂ 0 ആണെന്ന് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, പക്ഷെ അവിടെ ഇസഡിന്റെ വാല്യൂ 0 ആവുന്ന കണ്ടീഷൻ കൂടി അറിഞ്ഞിരിക്കണം. ഇസഡിന്റെ വാല്യൂ 0 ആവുന്ന അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇസഡ് എടുക്കുന്നെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഫിഗർ വരയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോളണം, ഇവിടുത്തെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കണം, ഇസഡ് ഡയറക്ഷനിലായിരിക്കണം. ഇത് നമ്മൾ എക്സ് ഇത് മാറ്റുന്നതനുസരിച്ച് മാറാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ബിയുടെ വാല്യൂ അതനുസരിച്ച് മാറാം. നമുക്ക് അതനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു സ്റ്റെപ്പ് പഠിച്ചു വെച്ചിരിക്കുക, എന്നാലേ കറക്റ്റ് ഇസഡ് 0 ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് എല്ലാ സമയത്ത് ഇസഡ് 0 ആവുന്നില്ല. ഇപ്പൊ ഈ കോർഡിനേറ്റ് ഞാൻ മാറ്റിയെടുത്ത്, ഇപ്പൊ ഇതിന് എക്സ് എന്നും വൈ എന്നും ഇസഡ് എന്നും മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, ആ സിസ്റ്റം അവിടെ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഓർത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ഒരു ക്രോസ് രീതിയിൽ ഈ 3 കാര്യം നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ക്രോസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എങ്ങനെ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഏതൊക്കെ ഡയറക്ഷനിൽ മോഷൻ ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ നമ്മൾ ഒരു ഡിറ്റർമിനന്റ് സോൾവ് ചെയ്തു, ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് ആദ്യം അതിന്റെ ആക്സിലറേഷൻ 2 ടേംസിലേ ഉള്ളൂ, എക്സും ഒയിലും മാത്രമേ ആക്സിലറേഷൻ ഉള്ളൂ, എക്സ് വൈ പ്ലെയിനാണ് അതിന്റെ മോഷൻ വരുന്നത് ഡിറ്റർമിൻ ചെയ്തു. നെക്സ്റ്റ് അതിന്റെ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്തു. വെലോസിറ്റി കിട്ടിയത് എങ്ങനെയാണ്, വെലോസിറ്റി എടുക്കാനായിട്ട് നമ്മൾ അവിടെ അതിന്റെ വെലോസിറ്റി എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ അതിന്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നു, അതിന്റെ സൊല്യൂഷൻ എടുത്തു. സൊല്യൂഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ബിയുടെ ബി എക്സ് കിട്ടി, ബി ഒ കിട്ടി, ബി ഇസഡും കിട്ടി. ദെൻ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സും ഒയും ഇസഡും കിട്ടി. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഞാൻ നോട്ട്സ് ഇപ്പൊ പഠിപ്പിച്ചിരുന്ന മാതിരി പ്രത്യേകിച്ച് ഫോട്ടോ ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം. ഒന്ന് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.